CPIM അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആസൂത്രിതമായി ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുകയും CPIM ജില്ലാ കമ്മിറ്റി ഇതൊക്കെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. ഒരു ആഫീസിന് മുന്നിൽ സമരം നടത്തുക. എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യം ഇങ്ങനെയാണെങ്കിൽ എത്ര ഓഫീസുകൾ ഇവിടെ ഉണ്ട്? ലീഗിന് ഓഫീസില്ലേ? ലീഗിന്റെ തറവാട് ഇവിടെ ഇല്ലേ? അതിന്റെ മുന്നിലൊക്കെ ആൾക്കാരെ കൊണ്ട് ഇരുത്താൻ പറ്റുമോ? സമരവുമായി ബന്ധപ്പെട്ട് ലീഗാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആസൂത്രിതമായ സമരം. ഇതിന് വസ്തുതാപരമായി നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമില്ല. റിയാസ് പൂവാട്ടിൽ എന്ന് പറയുന്ന ഒരാൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ ഇന്നലെ ഒരു പ്രതിഷേധവുമായി വന്നിരുന്നു. ആസൂത്രിതമായ ഒരു പ്രതിഷേധമാണത്. വസ്തുതാപരമായിട്ടൊരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പ്രതിഷേധമാണ് റിയാസ് പൂവാട്ടിൽ കൊണ്ടുവന്നത്. വേറെ അതിൽ വളരെ നമ്മളെന്തോ ദ്രോഹം ചെയ്തു, CPIM എന്തോ ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിലാണ് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആ പ്രതിഷേധം കൊണ്ടുവന്നത്. CPIMന് ഇതിൽ തുറന്ന മനസ്സാണുള്ളത്. ഒരാളുടെ പേരിൽ 5 സെന്റ് ഭൂമി മാത്രമേ ഉള്ളൂ. വേറൊരു ഭൂമിയും നിലവിലില്ല എന്നുണ്ടെങ്കിൽ അത് ഭൂമി തരം മാറ്റുന്നതിനോ നികത്തുന്നതിനോ ഞങ്ങൾ സമ്മതിക്കേണ്ട, CPIM സമ്മതിക്കേണ്ട. ഭരണപരമായി തന്നെ നിയമപരമായി തന്നെ അവർക്ക് അവകാശമുണ്ട്. അത് നമുക്കറിയാം. നമുക്ക് നിയമത്തിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. 5 സെന്റ് താഴെയോ അല്ല 5 സെന്റ് 10 സെന്റ് താഴെയെന്ന് എനിക്ക് തോന്നുന്നു പഞ്ചായത്തുകളിൽ. പിന്നെ ഭൂമി മാത്രം കൈവശമുള്ള ഒരാൾക്ക് നികത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കും. അതിന് പ്രത്യേക ഫീസ് പോലും സർക്കാർ ഈടാക്കണില്ല, തരം മാറ്റാനില്ല. അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ്. പിന്നെ ഇതിലെന്താ തടസ്സമുള്ളത്? പിന്നെ CPIMനെ എങ്ങനെയാണ് തടസ്സപ്പെടുത്താൻ പറ്റുക? ഇതിന് തടസ്സം വരുന്നത് ഇവന്റെ പേരിൽ ഈ റിയാസ് എന്ന് പറഞ്ഞ ആളെ പേരിൽ വേറെ ഭൂമിയുണ്ട്. 9 സെന്റ് ഭൂമി, 11 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. 9 സെന്റ് ഭൂമി അവന്റെ പേരിലുണ്ട്. ഏതാണ്ട് 40 വർഷത്തോളം പഴക്കമുള്ള തെങ്ങ്, നല്ല നികത്തിയ സ്ഥലം, പറമ്പ് തന്നെ അവന്റെ പേരിലുണ്ട്. ആ സ്ഥലം നിലനിൽക്കുകയാണ് ഇവന് ഇതിന് അനുമതി കൊടുത്തത്. ഇതിന്റെ പിന്നിൽ അവിടുത്തെ ഭൂമാഫിയുണ്ട്. ഞങ്ങൾ മുമ്പ് പല പ്രാവശ്യം അവിടുത്തെ ഇതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അവിടെ പാടം മുഴുവൻ തൂർത്തിട്ട് ആ പാടം തൂർത്ത് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനും ഓഡിറ്റോറിയം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഏതാണ്ട് 3 ഏക്കർ 4 ഏക്കറിന്റെ അടുത്ത് ഭൂമി ടോട്ടൽ ടോട്ടൽ ഭൂമി 4 ഏക്കറോടുണ്ട്. ഇതില് 5 സെന്റ് ഭൂമി ഇവന് സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. റിയാസിന് സൗജന്യമായിട്ട് കൊടുത്തിട്ട് അവിടെ വീട് നിർമ്മാണം നടത്തി ഇത് തൂർക്കലിനുള്ള പ്രക്രിയ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് കളക്ടർ നിഷേധിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിഷേധിച്ചിട്ടുണ്ട്, വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഇതിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഈ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് പറഞ്ഞിട്ട് കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ CPIMന്റെ പേരിൽ എന്താ ആക്ഷേപം ഉന്നയിക്കാനുള്ളത്? ഇതിൽ ഞങ്ങൾ നിയമപരമായിട്ട് അർഹത ഉണ്ടെങ്കിൽ പിന്നെ CPIM ഇതിന് തടസ്സം നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെങ്കിലും തടസ്സം നിന്നിട്ട് കാര്യമുണ്ടോ? ഇതിന്റെ കടലാസുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നു. എല്ലാ കടലാസുകളും ഇവിടെ ഉണ്ട്. കളക്ടറും പേരൊക്കെ ഓർഡർ ഇട്ട് പിന്നെ അവിടെ അത് ആ സ്ഥലത്ത് ഞാൻ പറഞ്ഞ 5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഈ സ്ഥലത്ത് ഭൂമാഫിയ നികത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ തുടർന്ന് മുഴുവൻ അത് നികത്തി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും. അതവിടെ ചുറ്റുപാടുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് കാലി സ്ഥലമാണ്, കാലി ഭൂമിയാണ്. അവിടെ തെങ്ങിൻ തൈ വെക്കുകയോ പാടം തൂർത്തതായിട്ട് മുമ്പ് പാടം തൂർത്ത് തെങ്ങിന്റെ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഇല്ല. വെറും കാലി സ്ഥലമാണ്. നിങ്ങൾ പോയി കണ്ടാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത് CPIMനെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന്റെ പിന്നിൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ആസൂത്രിതമായി ഇയാളുടെ പിന്നിൽ പ്രവർത്തിക്കുകയും CPIM ജില്ലാ കമ്മിറ്റി ഇതൊക്കെ തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. ഒരു ആഫീസിന് മുന്നിൽ സമരം നടത്തുക. എവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യം ഇങ്ങനെയാണെങ്കിൽ എത്ര ഓഫീസുകൾ ഇവിടെ ഉണ്ട്? ലീഗിന് ഓഫീസില്ലേ? ലീഗിന്റെ തറവാട് ഇവിടെ ഇല്ലേ? അതിന്റെ മുന്നിലൊക്കെ ആൾക്കാരെ കൊണ്ട് ഇരുത്താൻ പറ്റുമോ? സമരവുമായി ബന്ധപ്പെട്ട് ലീഗാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആസൂത്രിതമായ സമരം. ഇതിന് വസ്തുതാപരമായി നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമില്ല. എന്തിനൊരാളെ ഞങ്ങൾക്ക് ദ്രോഹിക്കേണ്ട കാര്യം? ഒരു പാവപ്പെട്ടുള്ള 5 സെന്റ് ഭൂമി, എത്രയോ ഏക്കർ ഭൂമി നികത്തി പോകുന്നുണ്ട്. അപ്പൊ 5 സെന്റ് ഭൂമി ഒരാൾ നിയമപരമായി തരം മാറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അത് നിയമപരമായിട്ട് അവർ ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അതിന് ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ കഴിയുമോ? CPIM എന്ന രൂപത്തിലോ നിയമപരമായിട്ടോ ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അപ്പൊ ആസൂത്രിതമായിട്ട് CPIMനെ കക്ഷി ചേർക്കുക. നിരന്തരമായിട്ട് അയാൾ വന്നപ്പോഴൊക്കെ ഇയാളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയില്ല, നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല, ആ പാടം മുഴുവൻ തൂർക്കും. നിങ്ങൾക്കിത് ഒരു ചെറിയ സ്ഥലം തന്നിട്ട് അവിടെ തൂർത്ത് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ച് ആ പാടം മുഴുവൻ തൂർത്ത് അവിടെ ഓഡിറ്റോറിയം മറ്റ് കെട്ടിടങ്ങളും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് റിയാസിനെ ബോധ്യപ്പെടുത്താൻ നല്ല രീതിയിൽ എന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ ശ്രമിച്ചതാണ്. പിന്നെ ഞങ്ങൾ ആരെ കൂടെയാണ് നിൽക്കേണ്ടത്? പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുക. സ്വന്തം കുടുംബക്കാരന്റെ പേരിൽ തന്റെ പേരിലുള്ള ഭൂമി രജിസ്റ്റർ ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് തന്റെ പേരിൽ ഭൂമി ഇല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിപാടി എടുക്കുക. ഇതൊക്കെ ഈ തെറ്റൊക്കെ ചെയ്തത് റിയാസാണ്. റിയാസ് ഇത് ആർക്കോ വേണ്ടി കളിക്കുന്ന ഒരു പാവയാണ്. മറ്റൊരുപാട് കാര്യങ്ങൾ പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ സുബൈറിനെതിരായിട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ച് വലിയ തരത്തിലുള്ള പരാതികൾ കൊടുത്ത് വലിയ തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. പാർട്ടി തന്നെ ഇത് അവിടെ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാണ്. ഞങ്ങൾക്ക് തടസ്സപ്പെടുത്താൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. CPIMന് തടസ്സപ്പെടുത്തും. നിയമപരമായിട്ട് ഒരാൾക്ക് 5 സെന്റ് ഭൂമി അല്ലെങ്കിൽ പഞ്ചായത്തിൽ 10 സെന്റ് ഭൂമി വരെ തൂർക്കാമെന്നിരിക്കെ ഞങ്ങൾക്ക് എങ്ങനെയാണ് തടസ്സപ്പെടുത്താൻ പറ്റുക?
അപ്പൊ തടസ്സപ്പെടുന്നത് കളക്ടർ എങ്ങനെ ഓർഡർ ഇടുക, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എങ്ങനെ ഓർഡർ ഇടുക, വില്ലേജ് ഓഫീസർ എങ്ങനെ ഇതിന് റിപ്പോർട്ട് കൊടുക്കുക? അപ്പൊ ഇതൊക്കെ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടല്ലോ. പൂർവ്വസ്ഥിതിയിലാക്കാൻ അവിടെയുള്ള എല്ലാ തരം മാറ്റലുകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആസൂത്രിതമായിട്ട് CPIM-നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ലീഗ് ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ലീഗാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇയാളെ CPIM-ന്റെ ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് അത് ലീഗിന്റെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഒരു ഓഫീസിന് മുന്നിൽ സമരം നടത്തുക. ഞങ്ങളൊന്നും അറിയില്ല, ഞങ്ങളുടെ ജാഥയിലാണ്, പാർട്ടി ജാഥയിലാണ്. ഈ സമയത്താണ് അവിടെ സമരം നടക്കുന്ന വിവരം അറിയുന്നത്. അതൊക്കെ വളരെ മോശപ്പെട്ട പ്രവണതയാണ്. അത് ഉണ്ടാക്കാൻ പോണ എത്രയോ പാർട്ടിക്കാർക്ക് ഇവിടെ ഓഫീസുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും സമരം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയതായിട്ട്? ഞങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചു, നിയമപരമായിട്ട് പോയിക്കൂടെ? കോടതിന്റെ ഉത്തരവിൽ, കോടതിയില്ല നാട്ടിൽ, നീതിന്യായ സംവിധാനങ്ങളില്ലേ? ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്? അതിന്റെ അപ്പുറത്തേക്കാണ് ഇത്. വസ്തുത നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.